യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യം. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കയും ഇല്ല. ക്രിസ്തുയേശു സ്വയം ഇടയനായും തൻ്റെ സഭയെ ആടുകളായും ഉപമിച്ച് സംസാരിക്കുന്നതാണ് ഈ ഭാഗത്ത് കാണുന്നത്. അവിടുന്ന് നല്ല ഇടയനാണ്, ആടുകൾക്കായി തൻ്റെ ജീവനെ കൊടുക്കുന്ന നല്ല ഇടയൻ. ആ ആശയത്തിൽ ഇവിടെ കാണുന്ന വാഗ്ദത്തമാണ് അവിടുന്ന് ആടുകൾക്ക് നിത്യജീവൻ കൊടുക്കുന്നു എന്നത്. മധ്യപൂർവ്വദേശത്തെ അക്കാലത്തെ ഏറ്റവും പ്രധാന തൊഴിൽ ആടുകളെ മേയിക്കുന്നതും വളർത്തുന്നതുമായിരുന്നു. ആ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടതിനാൽ ബൈബിളിൽ ഇടയനും ആടുകളുമായുള്ള ബന്ധത്തെ വ്യക്തമാക്കുന്ന നിരവധി ഭാഗങ്ങൾ കാണാനാകും. ചെന്നായകളും സിംഹങ്ങളുമൊക്കെ ആടുകളെ ഉപദ്രവിക്കുകയും ആഹാരമാക്കുകയും ചെയ്യുന്ന പരിസ്ഥിതിയിലാണ് അവയെ പരിപാലിച്ചിരുന്നത്. അതിനാൽ തന്നെ ഇടയന്മാർ പലപ്പോഴും ഇത്തരം അപകടമുഖങ്ങളിൽ ചെന്നുപെടാറുണ്ട്. തൻ്റെ ജീവൻ കൊടുത്ത് ആടുകളെ സംരക്ഷിക്കുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. അവർ മിക്കവാറും ആടുകളുടെ ഉടമകൾ കൂടെയായിരിക്കും. ചെറിയ ഒരു ആട്ടിൻകൂട്ടമാകും അവർക്കുള്ളത്. അത് കൂലിക്കാരെ ഏൽപ്പിക്കാതെ സ്വയം മേയിച്ച് സംരക്ഷിക്കുന്നവർ. എന്നാൽ കൂലിക്കാർ അത്രമേൽ ആത്മാർത്ഥത കാണിക്കില്ല. തങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിലാകും അവരുടെ ശ്രദ്ധ. യേശുവാകട്ടെ ആടുകളുടെ കൂലിക്കാരനല്ല, അവയുടെ ഉടമസ്ഥനും അവയെ സംരക്ഷിക്കുന്നവനും ആണ്. ആടുകൾക്ക് നിത്യജീവൻ കൊടുക്കാൻ കഴിയുന്നവനാണ്. കാരണം അവിടുന്ന് ജീവൻ്റെ ഉറവിടവും ദാതാവുമായ ദൈവമാണ്. ഭൂമിയിലെ ഒരു ഇടയനും തൻ്റെ ആടിന് എന്നേക്കുമുള്ള ജീവൻ കൊടുക്കാൻ കഴിയുകയില്ല. എന്നാൽ യേശു തൻ്റെ ആടുകൾക്ക് നിത്യജീവൻ കൊടുക്കുന്നു. നിത്യജീവൻ പ്രാപിച്ചവർ ഒരിക്കലും നശിച്ചു പോകുന്നില്ല. മരണം പോലും അവർക്ക് കേവലം നിദ്രയാണ്. മരണത്തെ ജയിച്ച യേശു എന്ന ഇടയൻ അവരെ മരിച്ചാലും ഉയർപ്പിക്കും. യേശുവിൻ്റെ കയ്യിൽ നിന്ന് ആരും അവയെ പിടിച്ചു പറിക്കുകയില്ല. ശത്രുവായ പിശാച് യേശുവിൻ്റെ ആടുകളായ നമ്മെ നോട്ടമിട്ടാൽ അവിടുന്ന് അത് അറിയും. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നെങ്കിലും അത് യേശുവിൻ്റെ അറിവോടെ മാത്രമാണ്. നാം ഒരു നാളും നശിച്ചു പോകയില്ല എന്ന് അവിടുന്ന് നൽകിയിരിക്കുന്ന വാഗ്ദത്തത്തെ പൂർണ്ണമായും വിശ്വസിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.